മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം. നോട്ടിഫിക്കേഷൻ വന്ന ഒരു 1 മന്തിൽ പ്രിലിംസ് ഉണ്ടാവും. പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നൊരു 10 ഡേയ്സ് ഗ്യാപ്പിലായിരിക്കും മെയിൻസ് നടക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നതാണോ അതോ അതിന് ഒരുപാട് മുൻപ് പഠിക്കുന്നതാണോ നല്ലത്? ഈവൻ എത്ര മാസം പ്രിപ്പറേഷൻ ആണ് ഈ ഒരു ബാങ്കിങ് കരിയറിൽ എത്തിപ്പെടാൻ വേണ്ടതെന്ന് സാർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് പലപ്പോഴും ഒരു സൂയിസൈഡലായിട്ടേ ഞാൻ പറയുള്ളൂ. അത് പോരാ. തീർച്ചയായിട്ടും ബാങ്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ ദ മൊമെൻറ്റ് യു ആർ എലിജിബിൾ ഓർ ജസ്റ്റ് ബിഫോർ യു ബിക്കം എലിജിബിൾ ഫോർ ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഫൈനൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരാനുള്ള ആ ഒരു ടൈം, ഈ ടൈമിൽ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ഇതിന് പ്രധാനമായിട്ട് വേറൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്. നിങ്ങളൊരു സ്റ്റുഡൻറ്റ് ലൈഫിൽ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ഒരു പഠിക്കാനുള്ള ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ വളരെ ഭംഗിയായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഗ്രാജുവേഷൻ എക്സാമിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ തിങ്സ് വിൽ ബി ഫാർ ഈസി ഫോർ യു. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയാൽ അങ്ങനത്തെ കുട്ടികളുണ്ട്, സക്സസ് ആകുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളിൽ ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിങ്, ജനറൽ അവയർനെസ്, ദെൻ യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇതിൽ പ്രൊഫഷൻ്റ് ആയിരിക്കും. അവർക്കൊരു ഒരു വളരെ എളുപ്പത്തിലപ്പുറം കടക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് വരുന്ന 1-2 ഡ്രോബാക്ക് കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ എൻ്റെ അനുഭവത്തിൽ. ഒന്ന്, ജനറൽ അവയർനെസ്. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ റീഡിങ്. ഓണസ്റ്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര പേര് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, ഞാൻ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അതല്ലാതുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ എത്ര പേര് അവെയറാകുന്നു? ഇപ്പോൾ ചന്ദ്രയാനിൽ എന്തായിരുന്നു, ഗഗൻയാൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്, വൈ വി ഗീവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ്? ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ എങ്ങനെ ഒരു കുട്ടിക്കൊരു ധാരണ വരുന്നു? പല കുട്ടികളോടും ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല, ബട്ട് ഐ ആം കോൺസ്റ്റൻ്റ്ലി ഇൻ ടച്ച് വിത്ത് ദ ന്യൂസ് ത്രൂ മൈ മൊബൈൽ. നത്തിങ് റോങ്. നിങ്ങൾക്ക് അതിനുള്ള ആപ്പുണ്ട്, അത് കാണുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ സിൻസിയറായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും? പലപ്പോഴും വളരെ കുറവാണ്. ദെൻ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മറ്റ് ഡെവലപ്മെൻറ്റ്സ്, അതിപ്പോൾ മ്യൂസിക്കിലായാലും സ്പോർട്സിലായാലും ഈവൻ പൊളിറ്റിക്സിലായാലും നോബൽ പ്രൈസ് പോലെ പ്രൈസ് കിട്ടുന്ന കാര്യങ്ങളിലാണെങ്കിലും ഇതിനെപ്പറ്റി ഒരു ആവറേജ് അവയർനെസ് ഒരു കുട്ടിക്ക് വേണം. ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്, ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ആരാധകനാണ്, ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ വായിക്കാനും മനസ്സിലാക്കാനും റീപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്നു. ഈ ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ട് ഫോർ എനി കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ ഇൻക്ലൂഡിങ് സിവിൽ സർവീസസ്, ഞാൻ സിവിൽ സർവീസിൻ്റെ കുട്ടികൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ലെവലിലേക്ക് അവർ വരുന്നത് വിത്ത് കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ. ഇതെന്ന് തൽക്കാലത്തേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ ഗ്യാപ്പ് വരുമ്പോൾ മനസ്സിലാക്കുക, വർഷങ്ങളായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും there is a possibility you may be even pushed back, ഫ്രണ്ട് ലൈനിൽ നിങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് ഉള്ളത്, നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ തരത്തിലും എല്ലാ ടോപ്പിക്കിനുമുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് എക്സ്പെർട്ടായി മാറുക. വിത്ത് ദ റിസൾട്ട്, ദ മൊമെൻറ്റ് ദ ആക്ച്വൽ എക്സാം ടേക്സ് പ്ലേസ്, you will be able to answer even before time and you will be in the top list. അതാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. ഓക്കെ സർ.